കൈക്കൂലി കേസിൽ വിവാദകനായ തൊടുപുഴ നഗരസഭ ചെയർമാൻ സനീഷ് ജോർജ് ഇന്ന് തൊടുപുഴ PWD ഗസ്റ്റ് ഹൗസിൽ പത്രമാധ്യമങ്ങളെ നേരിട്ട് കണ്ട് തൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തി. എവിടെയായിരുന്നു എന്ന പത്രമാധ്യമങ്ങളുടെ ചോദ്യത്തിന് പാവം 10 ദിവസം ശാരീരിക അസ്വസ്ഥതയാൽ ലീവിലായിരുന്നുവെന്നും ചെയർമാൻ്റെ ഭാഷത്തിൽ പറഞ്ഞാൽ കട്ടില്ലെങ്കിലും അഥവാ കട്ടാൽ നിൽക്കാൻ പഠിക്കുക എന്ന് പഴയ ഒരു പഴഞ്ചൊല്ലിൻ്റെ യാഥാർത്ഥ്യ രൂപമാണ് ഇന്ന് ചെയർമാൻ പത്രക്കാർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തത്. ഞാനൊരു രാഷ്ട്രീയക്കാരുടെയും ഔദാര്യം കൊണ്ട് ജയിച്ചത് അല്ല എന്നും സ്വന്തമായി സ്വതന്ത്രമായി ജനങ്ങൾ എന്നെ ജയിപ്പിച്ചു വിട്ട വ്യക്തിയാണെന്നും ആ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള രീതിയിലാണ് ഞാൻ പെരുമാറുകയുള്ളൂ എന്നുമാണ് ചെയർമാൻ പത്രക്കാരെ ബോധ്യപ്പെടുത്തിയത്. ജനകീയ പ്രക്ഷേപങ്ങൾ മൂലം പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും രാജി സമർപ്പിക്കേണ്ടി വന്നാൽ അന്നേരം അതിൻ്റെതായ ഒരു വഴി ഞാൻ കാണുമെന്നും എന്നെ കാണാത്തതുകൊണ്ട് കൊലവിളി നടത്തുന്നവർക്ക് ബോധ്യപ്പെടുത്തി. നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. കൈക്കൂലി കേസിൽ വിവാദകനായി മുനിസിപ്പാലിറ്റിയിൽ നിന്നും 10 ദിവസം മാറി നിന്ന ചെയർമാന്റെ പത്രസമ്മേളനം PWD ഗസ്റ്റ് ഹൗസിൽ കാണുക. നാട്ടുരാജ്യ ന്യൂസിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ചെയർമാൻ ഇപ്പോൾ ഇങ്ങനെ? അതെ, ഞാനിപ്പോൾ അതെല്ലാം ലീവ് എടുത്തിട്ടുണ്ട്. ശാരീരിക ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് 10 ദിവസം ലീവ് എടുത്തിട്ട് ഓഫീസിൽ വൈസ് ചെയർപേഴ്സണെയാണ് അതിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ രാജിവെക്കണമെന്ന് CPM ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനെ മറികടന്നുള്ള ഒരു തീരുമാനത്തിലാണോ അത്? പാർട്ടി അതിനൊക്കെ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിങ്ങൾക്കറിയാലോ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങൾ ഇങ്ങനെ വരുന്ന സ്ഥിതിക്ക് പാർട്ടിക്ക് ആ നിലപാടെടുക്കാനേ സാധിക്കുള്ളൂ. കാരണം അല്ലേ പാർട്ടിയെ അത് വളരെ പ്രതിസന്ധിയിലാക്കുന്നൊരു സാഹചര്യം പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജിവെക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒരു പൊതുവായൊരു സംവിധാനം, നമ്മളൊരു സ്വതന്ത്ര നിലപാട് ജയിച്ചു വന്നതാണ്. അതുമല്ല കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് തൊടുപുഴയിലെ എൻ്റെ പ്രവർത്തന മേഖലയിൽ അല്ലെങ്കിൽ ഈ നഗരത്തിലെ വിവിധ ആളുകളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാൻ സാധിക്കും. യാതൊരുവിധ അഴിമതിയോ മറ്റു കാര്യങ്ങളോ നിലവില്ല. നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒറ്റയി വ്യവസായ പ്രമുഖർ, അതുപോലെ തന്നെ കോൺട്രാക്ടർമാർ, കരാറുകാർ, ഒരുപാട് ആളുകൾ നമ്മളെ കഴിഞ്ഞ 3-4 വർഷക്കാലമായിട്ട് ദൈനംദിനം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരോടൊരു പണം ആവശ്യപ്പെട്ടുവെന്നോ അല്ലെങ്കിൽ കൈക്കൂലിക്കാരനാണെന്നോ അത് പണം ചോദിച്ചതായിട്ട് നാളിതുവരെ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് അന്വേഷിച്ച് നോക്കാം. തൊടുപുഴയിൽ എനിക്കെതിരെ ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനൊരു ആരോപണം വന്നപ്പോൾ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സുതാര്യമായി അന്വേഷിക്കണം, അന്വേഷിച്ച് എൻ്റെ ശ്രദ്ധ കണ്ടെത്തണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജയിച്ചു വന്നൊരു സംവിധാനം എന്ന് പറഞ്ഞാൽ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു വന്നതാണ്. അപ്പോൾ ആ ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിലാണ് ജയിച്ചു വന്നത്. ഞാൻ നിലവിൽ ഈ ആരോപണത്തിന് കേൾക്കുമ്പോൾ തന്നെ നമ്മളത് രാജിവെക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ അകത്ത് തെറ്റുകാരനാണെന്ന് പൊതു സമൂഹത്തിന് ബോധ്യപ്പെടുന്നു. എൻ്റെ സത്യസന്ധത തെളിയിക്കേണ്ടത് എൻ്റെ മാത്രം ആവശ്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ശാരീരിക അസ്വസ്ഥ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് നോട്ടീസ് കൊടുക്കുന്ന അടുത്ത ദിവസം എത്തിക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്വതന്ത്രമായി വന്നെങ്കിലും CPMൻ്റെ സംവിധാനത്തിലാണല്ലോ നിൽക്കുന്നത്. പാർട്ടി രാജിവെക്കാൻ പറഞ്ഞിട്ടും പിന്നീട് ചെയർമാൻ അതിന് വഴങ്ങാതെ വിടുന്നത് എന്തുകൊണ്ടാണ്? ഒരു വെല്ലുവിളി എന്ന രൂപത്തിൽ അങ്ങനെയൊന്നുമില്ല. പാർട്ടിയെ സംബന്ധിച്ച് ഞാൻ 4 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു. അതിൽ എല്ലാ പ്രവർത്തനങ്ങളിലും പാർട്ടിയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. നാളിതുവരെ പാർട്ടിയുമായ ഒരു അഭിപ്രായ വ്യത്യാസമോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. ആ ഒരു ബന്ധം ഇപ്പോഴും പാർട്ടിയുമായിട്ട് യോജിച്ച് തന്നെയാണ് പോകുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്നൊരു യോഗത്തിൽ ജില്ലാ നേതൃത്വവും അല്ലെങ്കിൽ പ്രാദേശിക നേതൃത്വവും നിലവിലെ ഈ പ്രതിസന്ധി മറികടക്കണമെങ്കിൽ ചെയർമാൻ രാജിവെച്ച് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അതിനോട് എനിക്ക് യോജിപ്പില്ലായിരുന്നു. ചെയർമാൻ്റെ സത്യസന്ധത ബോധ്യപ്പെടാത്തതുകൊണ്ടാണോ പാർട്ടി അത്തരമൊരു തീരുമാനത്തിലേക്ക് വന്നത്? അല്ല, എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു കാര്യങ്ങളെക്കുറിച്ച് നിലവിൽ കേട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നിലവിൽ അതേമാക്കിയപ്പോഴും പാർട്ടി രാജി ആവശ്യപ്പെടുകയാണ് ചെയ്തത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യത്തിൽ രാജിവെക്കാൻ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഒരു 10 ദിവസത്തോളമായി തൊടുപുഴ നഗരസഭയുടെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. അതിൽ നിന്ന് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. CPMൻ്റെ നേതൃത്വത്തിലുള്ള ചെയർമാൻ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഒരു പാർട്ടിക്ക് എന്നെ രാജിവെക്കാൻ പറയാൻ മാത്രമേ സാധിക്കൂ. അല്ല, പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയല്ലേ താങ്കളുടെ തീരുമാനം? ഇല്ല, അതിനെക്കുറിച്ച് ഞാനൊരു അഭിപ്രായം പറയുന്നില്ല. കാരണം ഹൈക്കോടതിയുടെ പരിഗണനയിരിക്കുന്ന ഒരു വിഷയമാണ്. ആ ഒരു വിഷയത്തിൽ ഞാനൊരു കമൻറ്റ് പറയുന്നത് ശരിയല്ല. കൂടുതൽ പേരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം. ഇത് മാത്രമല്ല, ചെയർമാൻ ഇടപെട്ട് മറ്റ് കൂടുതൽ ആളുകളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെന്ന ആരോപണം ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ അടക്കം ഉന്നയിച്ചു.
ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ തൊടുപുഴയിലെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ 4 വർഷത്തിനിടയിൽ ആരോപണങ്ങൾ ഒട്ടനവധി പറയുന്നുണ്ട്. ഞാൻ അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളൊക്കെ വളരെ ഗൗരവമുള്ളതാണ്. എന്നെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൂ. ഞാൻ അതിനൊന്നും പ്രതികരിക്കുന്നില്ല. കാരണം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പണം മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പണം ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് ആരും തന്നെ ഇല്ല. എനിക്കതിൽ ബോധ്യമുണ്ട്. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഒരു കോടതിയെ സമീപിക്കാൻ പോകേണ്ട ആവശ്യമില്ല. അല്ല, അങ്ങനെ ഒരു നാക്കുപിഴ സംഭവിച്ചിട്ടുണ്ട്. CPM പോലും അങ്ങനെയാണ് പറയുന്നത്. ഒരു നാക്കുപിഴ സംഭവിച്ചിട്ടുണ്ട്. ഫോൺ സംഭാഷണത്തിലൊക്കെ ഉണ്ടാവുള്ളൂ, സ്വാഭാവികമല്ലേ. നമ്മളിപ്പോൾ അതിനകത്ത് വേറെ കൂടുതൽ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടല്ലോ സംസാരിക്കും. ഉദ്യോഗസ്ഥരുടെ കൈക്കൂലി കൊടുക്കേണ്ടി വരും, എന്നാലേ കാര്യം നടക്കും എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ? ഞാനത് പറയില്ല. ഞാൻ പറയാനില്ല പറയാൻ കാരണം കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയത്തിൽ ഞാൻ കമൻറ്റ് പറയുമ്പോൾ ഞാനത് ചെയ്തു എന്നുള്ളതിൽ അർത്ഥം. ഈ കോടതിയുടെ പരിഗണനയിൽ ഈ വിഷയങ്ങളല്ലല്ലോ ഉള്ളത്. അതെ അതെ, ഞാൻ കൊടുത്തിരിക്കുന്നത് അറസ്റ്റ് ഒഴിവാക്കണമെന്ന് മാത്രമല്ല, കേസ് സുതാര്യമായി അന്വേഷിക്കണമെന്നും കൂടെ. കേസ് തന്നെ ഒരു ഗൂഢാലോചനയായിട്ട് പിന്നിലുണ്ടെന്ന് അങ്ങനെ ഒരു കേൾക്കുന്നുണ്ട്. അത് അങ്ങനെ ചെയർമാനെ പെടുത്തിയതാണോ? ഇല്ല, ഞാൻ അതിനൊന്നും പ്രതികരിക്കാൻ തയ്യാറല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സത്യസന്ധത തെളിയിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ഒട്ടനവധി ആരോപണങ്ങൾ എന്നെക്കുറിച്ച് വരുന്നുണ്ട്. എനിക്കറിയാം, ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഞാനുമായിട്ട് ഇടപഴകിയിട്ടുള്ള ഈ തൊടുപുഴയിലെ ജനങ്ങൾക്കറിയാം ഞാൻ ആരോടെങ്കിലും പണം ഇനി അതുപോലെ തന്നെ എന്നെ വിജയിപ്പിച്ച് വിട്ട എൻ്റെ വാർഡിലെ വോട്ടർമാരോട് ഞാൻ നീതി പുലർത്തേണ്ടതായിട്ടുണ്ട്. ഒരു മുന്നണിയുടെയും ഭാഗമല്ല എന്നിട്ടും ഇരു കൈ നീട്ടി സ്വീകരിക്കുകയും വമ്പിച്ചൊരു ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ നാട്ടിലെ ജനങ്ങളോട് നമ്മൾ നീതി പുലർത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സത്യസന്ധത പുറം ലോകത്തെ അറിയിക്കേണ്ടതിലെ കാണിക്കേണ്ടത് എൻ്റെ അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ രാജിവെക്കാതെ നിൽക്കുന്നത്. നിലവിൽ രാജിവെക്കേണ്ട ആവശ്യമില്ല. ഈ നവകേരളത്തിന് പദവിയിലേക്ക് തിരിച്ചിട്ട് അവധി എടുത്തിരിക്കുകയാണ്. ഞാൻ തൊട്ടടുത്ത് മറ്റിടത്ത് കൗൺസിലർമാരും ചെയർമാൻ എതിരാണ്. അതുകൊണ്ട് തന്നെയാണ് രാജി ആവശ്യപ്പെടേണ്ടി വന്നതെന്നാണ് CPM പ്രാദേശിക നേതൃത്വത്തിന്റെ വിശദീകരണം. അപ്പം ഈ രാജി വെക്കാത്തതൊരു പാർട്ടിക്ക് ഒരു ഭീഷണിയാവുകയല്ലേ? ഇല്ല, കൗൺസിലേഴ്സ് എന്ന് പറയുന്നത് നിലവിൽ പാർട്ടിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർക്ക് പാർട്ടി ഒരു മുന്നണി സംവിധാനത്തിലിരിക്കുമ്പോൾ പാർട്ടിയുടെ നിലപാട് മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് എൻ്റെ കൂടെ നിൽക്കുക ഇത്ര ആരോപണവിധേയനായിട്ട് അല്ലെങ്കിൽ നിലവിൽ ഇത്രയും വലിയ വാർത്തകളും മറ്റു കാര്യങ്ങളൊക്കെ ഒരു പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, 35 കൗൺസിലർമാരുണ്ട് തൊടുപുഴ നഗരസഭ. ആ 35 കൗൺസിലർമാരുടെ കൂടെ 4 വർഷമായിട്ടുള്ള സഹപ്രവർത്തകരാണ്. അത് BJP ഉണ്ട്, UDF ഉണ്ട്, LDF ഉണ്ട്, എല്ലാം ഉണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് ബോധ്യപ്പെടട്ടെ, അല്ലെങ്കിൽ അവർ പറയട്ടെ, അല്ല അവർക്ക് ബോധ്യപ്പെടട്ടെ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു അവിശ്വാസ പ്രമേയം വന്നാൽ എല്ലാവരും താങ്കൾ ഒറ്റപ്പെടും എന്ന് തോന്നുന്നു. അതോ ബാക്കിയുള്ളവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട്? ഞാൻ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, അവിശ്വാസപ്രമേയൊക്കെ വരട്ടെ, വരുമ്പോൾ അതിൻ്റെതായ രീതിയിൽ കൈകാര്യം എന്തുകൊണ്ടാണ് രാജിവെക്കാത്തെന്നുള്ള കാര്യം ഇല്ല. എന്നോട് അതിനെക്കുറിച്ച് എന്നോട് രാജി വെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ ആദ്യം എല്ലാത്തും ഇപ്പോൾ പാർട്ടിയുടെ ഞാൻ പറഞ്ഞില്ല, 4 വർഷക്കാലം പാർട്ടിയുമായി അത്രമാത്രം അവരുടെ ഒരു സംവിധാനം തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. അല്ല, അതാ ചോദിച്ചാൽ പാർട്ടിക്ക് അത് മനസ്സിലായില്ലേ? അപ്പോൾ ചെയർമാൻ പറഞ്ഞതൊന്നും പാർട്ടിക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണോ രാജിവെക്കണമെന്ന് ആദ്യം ആവശ്യപ്പെടുന്നത്? പാർട്ടിയെ പ്രതിരോധത്തിലാക്കി എന്ന് പറയുന്ന രീതിയിൽ ഈ രീതിയിലുള്ള ഒരാഴ്ചക്കാലമായിട്ട് ഇങ്ങനെ വരുന്ന സമ്മർദ്ദങ്ങൾ ദൃശ്യമാധ്യമങ്ങളുടെയും പത്രമാധ്യമങ്ങളുടെയൊക്കെ വരുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നിലപാടെടുക്കാനേ സാധിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ സത്യസന്ധതയും മറ്റു കാര്യങ്ങളും പാർട്ടിയെ ബോധ്യപ്പെടുത്തി വരുന്നതിനേക്കാൾ നല്ലത് ഞാനിപ്പം അതിൻ്റെതായ രീതിയിൽ തന്നെ ലീഗലായിട്ട് തന്നെ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. വെല്ലുവിളിക്കുന്നൊന്നുമില്ല, വെല്ലുവിളിക്കുന്നതിൻ്റെ കാര്യമില്ല. പാർട്ടിയുടെ ഒരു തീരുമാനത്തെ അംഗീകരിക്കുന്നില്ല എന്ന് വെച്ചാൽ തീരുമാനത്തെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാജിവെച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ തെറ്റ് ചെയ്തു എന്നല്ലേ എൻ്റെ അർത്ഥം. അങ്ങനെയല്ലല്ലോ. ഇപ്പം രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ പലപ്പോഴും പദവിയിൽ നിന്ന് മാറി നിൽക്കാറ്. മുനിസിപ്പാലിറ്റി ഭാഗത്തുനിന്ന് ചെയർമാൻ ഇടപെട്ട് ചെയർമാൻ മുൻകൈ എടുത്ത് പണമെല്ലാം നൽകിയിട്ടുണ്ട്. ചെയർമാനെ മുൻനിർത്തി പണം പിരിക്കേണ്ട ആവശ്യം CPM ഇല്ല എന്ന് CPM ജില്ലാ നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള ഒരു പണം ചെയർമാൻ ഇടപെട്ട് പാർട്ടിക്ക് നൽകിയിട്ടുണ്ട്? നവകേരള സദസ്സിൻ്റെ ഈ തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ ചുമതലക്കാരൻ ഞാനാണ്. പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനുവാണ്. ഇവിടെ MLA ഇല്ലാത്തതിനാൽ നമുക്കാണ് ചുമതല. ഈ നവകേരള സദസ്സിന് സ്പോൺസർമാരിൽ നിന്നും പണം സ്വീകരിച്ച് പരിപാടി നടത്തുവാനാണ് സർക്കാർ ആഹ്വാനം. അത് പല ആളുകളെയും പോയി കണ്ടിട്ടുണ്ട്. പല ആളുകളും പണം നേരിട്ട് സ്വീകരിക്കുകയല്ല ഇത്, അത് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിൻ്റെ കണക്ക് ജില്ലാ കളക്ട്രേറ്റിലുണ്ട്. ആരെയും പണം സ്വീകരിച്ചു, ആര് സ്വീകരിച്ചു, എവിടെ കൊടുത്തു എന്നുള്ളതിനായിട്ട്. ബന്ധപ്പെട്ട് ഈ നേരത്തെയും കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നേരത്തെ പലതവണ ചെയർമാനെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നടപടിയെടുക്കാൻ ചെയർമാൻ പലപ്പോഴും വിസമ്മതിച്ചു എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. അതിനുള്ള വസ്തുത ജയിലിനെക്കുറിച്ച് ഒട്ടനവധി ആരോപണങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സർവീസ് കാലാവധി ഏകദേശം ഒരു 2-3 മാസം കൂടി ഉള്ളൂ. അത് സർവീസിൽ നിന്ന് പിരിയുന്നതായിരുന്നു. നിലവിൽ നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങളും മറ്റു പ്രവർത്തനങ്ങളും എല്ലാം പോകുന്നത് ഒരു അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ കൂടെയാണ്. ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ചും അല്ലെങ്കിൽ നഗരസഭയിലെ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും
ഇവിടെ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടെന്നുള്ളതെല്ലാം ഞാൻ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ഉത്തരവാദപ്പെട്ട ആളുകളെ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരാളെ മാറ്റി വയ്ക്കുക, അത് സുതാര്യമായ പ്രവർത്തനത്തിൽ നല്ലതാണ്. പക്ഷേ അതൊന്നും നാളിതുവരെ നടന്നിട്ടില്ല. അതിൻ്റെയൊക്കെ ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ഒരു നഗരസഭയുടെ സുതാര്യമായ ഒരു കാര്യം, ഇപ്പം നഗരസഭയിലൊരു AE ആണെങ്കിലോ അല്ലെങ്കിൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഒരു ഓവർസീറോ എന്തെങ്കിലും ഇതുപോലെയുള്ള കേസിൽ പിടിപ്പെട്ട് നഗരസഭയുടെയും അല്ലെങ്കിൽ ആ ഭരണസമിതിയുടെയും പ്രതിച്ഛായയാണ് വരുന്നത്. ഇതിൽ അതിൻ്റെ പ്രതിച്ഛായ വളരെ ഗൗരവകരമായൊരു കാര്യം. പക്ഷേ ഉദ്യോഗസ്ഥരെ അതിൻ്റേതായ രീതിയിൽ സംരക്ഷിക്കുകയല്ല, അതിൻ്റേതായ രീതിയിൽ നമുക്ക് ലോജിക്കായിട്ടുള്ള ആളുകളെ ഞാൻ പാർട്ടി അറിയിച്ചിട്ടുണ്ട്. മറ്റ് തിരുവനന്തപുരത്ത് ഓഫീസിൽ കഴിഞ്ഞ ഒരു മാസം മുമ്പും തിരുവനന്തപുരത്ത് ഓഫീസിൽ പോയി അറിയിച്ചിട്ടുണ്ട്. രേഖാമൂലം കൊടുത്തു. അങ്ങനെ കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുന്നതിനൊരു പരിമിതികളുണ്ട്. മുഴുവൻ പത്രമാധ്യമങ്ങളുടെ മുന്നിലും ജില്ലയിലെ പോലീസ് അധികാരികളുടെ മുന്നിലും തൻ്റെ നിരപരാധിത്വം പത്രമാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയ ശേഷം ആരോപണം ഉന്നയിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ കടബാധ്യതക്കാരനാണെന്നും ലോകത്തിൻ്റെ ഭാഷയിൽ പത്രമാധ്യമങ്ങളെ ബോധ്യപ്പെടുത്തി. 4 കൊല്ലം കൊണ്ട് 1 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരു നിർഭാഗ്യനാണ് ഞാൻ. പക്ഷേ അത് സംശയമുണ്ട്. നിങ്ങൾ വിളിച്ചു പട്ടയങ്ങാല ശാഖയിൽ സനീഷ് ജോർജ് എടുത്തേക്കണം 1 ലക്ഷം രൂപ ഒരു വീട് പണയം വെച്ച്. അതിന് RR ഈ വില്ലേജിൽ നിന്ന് നടത്തുന്നതായിരുന്നു. ഇതേ ബാങ്കിൽ റൂറൽ സർവീസ് എന്ന ബാങ്കിൽ ഒരു 75,000 രൂപ അടയ്ക്കാനുണ്ട്. സുരേഷേട്ടനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഇതുപോലെ ബാധ്യതയുള്ള ഇത്രയും വലിയൊരു കൊള്ളക്കാരനാണ് ഞാനെങ്കിൽ എനിക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ചുമ്മാ ഒരു കാര്യം പറയുമ്പോൾ നമ്മളതിൻ്റെ അകത്ത് ഒളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ രാജിവെക്കുക ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് തെറ്റിയൊന്നുമല്ല. ഒരുപാട് വ്യക്തിഹത്യകൾ ചെയ്യുന്ന ആളുകൾ നമുക്ക് വലിയ വീടും കുടുംബമൊക്കെ നമുക്ക് സമൂഹത്തിൻ്റെ അടുത്ത് ഇറങ്ങി നടക്കേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ 4 കൊല്ലം കൊണ്ട് ആദ്യം അറിയേണ്ട ആരും നിങ്ങളല്ലേ അറിയേണ്ടത്? ഞാനുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തുന്ന മാധ്യമപ്രവർത്തകരല്ലേ അറിയാം. അങ്ങനെ സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കാത്തവരാവരുത് പത്രക്കാരെന്നും ആരോപണം ഉന്നയിക്കുന്നവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ മറുപടി കൊടുത്തുകൊണ്ടാണ് വീണ്ടും നഗരസഭയിലേക്കുള്ള ചെയർമാൻ പദവിയിലേക്കുള്ള പുറപ്പാട്. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് PWD ഗസ്റ്റ് ഹൗസിൽ നിന്നും KK വിജയൻ.